ക്വാർട്ടേഴ്സിലെത്തിയ ആദ്യത്തെ ദിവസങ്ങളിലോ കൗതുകങ്ങൾ കൂടുക. ഐശ്വര്യമായിട്ട് പാല് കാച്ചി തുടങ്ങണം എന്നൊക്കെയാ വിചാരിച്ചത്. പക്ഷേ യാത്രയുടെ ക്ഷീണവും കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണേ തേടി പിടിക്കുമ്പോഴേക്കും സമയം ഒരുപാടായി മൂടും പോയി. അതിന്റെ കൂടെ അമ്മ വരുമ്പോഴേ പറഞ്ഞിരുന്നു അടുക്കളയിൽ ആദ്യം ഉപ്പും മഞ്ഞളും കിഴക്ക് നോക്കി വെക്കണേന്ന്. ഞങ്ങൾ അടുക്കളയിൽ എത്തണതിന് മുന്നേ തന്നെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതും ശുഭം. പിന്നെ പരിപാടി അലക്കുക, കുളിക്കുക, കഴിക്കുക. ആദ്യം അലക്കിയിടാൻ അയല കെട്ടലായി. ഈ പരിപാടിയുടെ ഒക്കെ ഇടയ്ക്ക് ദൂരെ ഫയറിങ്ങിന്റെ ശബ്ദം കേൾക്കാണ്ടായിരുന്നു. ഷൂട്ടിംഗ് കോമ്പറ്റീഷൻസിൽ ഉപയോഗിക്കുന്ന പിസ്റ്റളിന്റെയും റൈഫലിന്റെയും പെല്ലറ്റ്സിന്റെ സൗണ്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഗ്രനേഡ്സിന്റെയും ഒറിജിനൽ റൈഫലിന്റെയും സൗണ്ട്. വന്ന ഡേന്നിന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും വന്ന് ഡേറ്റ് ചെയ്യുമ്പോൾ നമസ്തേ പറയാൻ ശ്രമിക്കുക. ഇവിടെ ഈ ഇംഗ്ലീഷ് ഉപയോഗങ്ങളായ ഹായ്, ഹലോ, ഗുഡ് ഈവനിംഗ് ഒന്നും പ്രസക്തിയില്ല. അത് തെറ്റായതുകൊണ്ടല്ല, അതിനിവിടെ വാല്യൂ ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് വെടിശബ്ദം കേട്ട് ശീലമുള്ള കുറെ ലക്ഷ്മിക്കുട്ടിമാരൊക്കെ വന്നു പോയിട്ടോ. പശുവിന്റെ കാര്യമാണ് പറഞ്ഞു. എനിക്കിവിടെ പശുവിനെ കണ്ടപ്പോൾ പട്ടാള സിനിമയിൽ ഈ ഡയലോഗാ ഓർമ്മ വന്നെ. അപ്പോഴാ ഏട്ടൻ പറഞ്ഞേ, പുറത്തുള്ളവർ മെയ്യാൻ വിടുന്ന ഈ പശുവിനെയൊക്കെ ആർമിയിൽ കണ്ടു കെട്ടാറുണ്ട്. പിന്നെ മിക്കവാറും ഫൈനൊക്കെ അടച്ചിട്ടാവും തിരിച്ചു കൊടുക്കാന്ന്. അങ്ങനെ പുതിയൊരു ജീവിത സാഹചര്യത്തിൽ ഒരു ദിവസം കഴിഞ്ഞു.